ഇന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു പറശ്ശിനി യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് ഒരു 7 മണിയാകുമ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു, നല്ല സുഖമുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും മുത്തപ്പനെ കാണണം എന്നുള്ള വലിയ ആഗ്രഹത്തിൽ പോവുകയാണ്. അപ്പോൾ അവിടെ എത്തി. അങ്ങനെ നമ്മൾ നടന്ന് നിറയെ ചന്തയൊക്കെ കാണുമ്പോൾ അപ്പൂന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ പിന്നെ വരുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് നമ്മൾ നടന്നു. അങ്ങനെ നമ്മൾ നടയിലെത്തി, ഉള്ളിലേക്ക് കയറി. നല്ലൊരു പ്ലസൻറ്റ് മൂഡ് അവിടെ എത്തുമ്പോൾ, നല്ലൊരു എന്താ പറയണ്ടേ, അങ്ങനെ മനസ്സ് നിറഞ്ഞു അവിടെ എത്തുമ്പോൾ തന്നെ സമാധാനമായി. ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് വീട്ടിൽ കുടികൂടുമ്പോൾ തൊട്ട് ആഗ്രഹിച്ചതാണ് പോകണമെന്ന്. അതിപ്പോഴാണ് സാധിച്ചത്. അങ്ങനെ നടയിലെത്തി. ആ മുത്തപ്പൻ്റെ മടപ്പുര കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഇങ്ങനെ കുറേ നേരം നോക്കി നിന്ന് പോയി. അങ്ങനെ നമ്മളെ തൊഴുതു അവിടെ എല്ലാം മൊത്തം നടന്നു. ബോട്ട് കണ്ടപ്പോൾ തൊട്ട് അപ്പവും ഇച്ചും പറഞ്ഞുകൊണ്ടുണ്ട് ബോട്ട് യാത്ര വേണമെന്ന്. എങ്ങനെയെങ്കിലും ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളെയും സമാധാനിപ്പിച്ച് പോയിട്ട് ചായ കുടിച്ചു. അവിടുത്തെ ഏത് സമയത്ത് പോയാലും കിട്ടുന്ന ചായയും പയറും അത് കഴിച്ചു. അപ്പോൾ തന്നെ രാവിലെ ആ ഇറങ്ങിയതിൻ്റെ ക്ഷീണമൊക്കെ മാറി കിട്ടി ആ ചായയും ഇതും കഴിച്ചു തരും. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത ആ സൈഡിലേക്കൊക്കെ നടന്നു. കുറേ ആൾക്കാരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബോട്ട് കാണുമ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടുണ്ട് ബോട്ടിൽ പോകണമെന്ന്. അങ്ങനെ നമ്മൾ പോയി. അങ്ങനെ രക്ഷയില്ലാത്തതുകൊണ്ട് ബോട്ടിൽ കയറാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അടുത്തേക്ക് പോവുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം നോക്കി നിന്നു. അധികം വെയിലുമില്ല, നല്ല സമയം, രാവിലെ നല്ല സമയം, തിരക്കുമില്ല. അങ്ങനെ നല്ല സമയത്ത് പോയി നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. വല്ലാത്തൊരു സന്തോഷം, സമാധാനം എല്ലാം തോന്നി. അപ്പോൾ ബോട്ടിൽ കയറി കേട്ടോ, ലാസ്റ്റ് ബോട്ടിൽ കയറി, അല്ലാണ്ട് വിടൂല. അങ്ങനെ ബോട്ട് കയറി. അപ്പൂൻ്റെ ഒരു സന്തോഷം കണ്ടോ, പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഡാൻസൊക്കെ കളിച്ചു. അല്ലാണ്ട് ഓനിന്ന് വീട്ടിലേക്ക് വരാൻ വിടൂല. അങ്ങനെ നല്ലൊരു മൂഡിൽ നല്ല സുഖമുണ്ടായിരുന്നു. കുറേ നേരം ബോട്ടിലിരുന്നു. ബോട്ടിന് ടിക്കറ്റെല്ലാം മുറിച്ച് ബോട്ടിൽ കയറിയതാണ്. അപ്പോൾ അവിടെ കണ്ടൊരു ആ കളിപ്പാട്ടം നല്ല രസമായിരുന്നു. അത് ഒരുപാട് ആഗ്രഹിച്ച വന്നത് മുത്തപ്പനെ ഇന്ന് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് വന്നതാണ്. പക്ഷെ എനിക്ക് മുത്തപ്പനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 3 മണിക്ക്, ഇന്ന് വൈകുന്നേരം 3 മണിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കാണാൻ പറ്റിയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു, ഏതായാലും ഒരു പ്രാവശ്യം കൂടി ഞാൻ വരും, മുത്തപ്പനെ എനിക്ക് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. മുത്തപ്പനെ അങ്ങനെ കാണാൻ പറ്റില്ല. പറശ്ശിനി നടയിൽ നിന്ന് എനിക്ക് കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പോയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ യാത്രയൊക്കെ ഇങ്ങനെ കായലിലെ ഇത് കണ്ട്, കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. വല്ലാത്തൊരു സന്തോഷം, നല്ല രസമുണ്ടായിരുന്നു. വെള്ളം ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് സന്തോഷിച്ചൊരു യാത്ര. കുറേ തവണ പറശ്ശിനി പോയിട്ടുണ്ടെങ്കിലും എന്തോ ഒരു സന്തോഷം. അപ്പൂനും ഇച്ചുവിനും ഏട്ടനായാലും നമ്മൾ ഒരുപാട് സന്തോഷിച്ച് മടങ്ങി വന്നൊരു യാത്രയാണ്. പക്ഷെ ഒരു സങ്കടം ഉണ്ടായിരുന്നല്ലോ, മുത്തപ്പനെ കാണാൻ പറ്റിയില്ല എന്നുള്ളത്. ഇത് കണ്ടപ്പോൾ തൊട്ട് അപ്പു കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പൂനും ഒന്ന് വാങ്ങി. അങ്ങനെ കുറേ ദൂരത്ത് നിന്ന് നമുക്ക് പറശ്ശിനി കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ച് നമ്മൾ ഒന്ന് കറങ്ങി വന്നു. അങ്ങനെ നമ്മൾ പറശ്ശിനിയുടെ മുന്നിൽ നടയിലെത്തുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. അതിങ്ങനെ ദൂരെ കാഴ്ചയിൽ നിന്ന് മടപ്പുര ഇങ്ങനെ കാണുമ്പോൾ മനസ്സ് നിറഞ്ഞു, സത്യം പറഞ്ഞാൽ.
ഇന്നത്തെ ദിവസം വലിയൊരാഗ്രഹം നടന്നു. അതായത് വീടിൻ്റെ ഉള്ളിൽ വീട്ട് കൂടുമ്പോൾ തന്നെ വിചാരിച്ചതാണ് ഒരിക്കൽ പറശ്ശിനി പോകണം എന്നുള്ളത്. അപ്പം നടന്നിട്ടേ ഉണ്ടായിട്ടില്ല. പനിയും അങ്ങനെ എൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് മാറ്റിവെച്ച ആ ഒരു യാത്ര ഇന്ന് നടന്നു. ഒരുപാട് സന്തോഷം. അങ്ങനെ പിന്നെ ചന്തയിലേക്കൊക്കെ പോയി. അപ്പോൾ പിന്നെ കരച്ചിൽ കുഴപ്പമില്ലായി. അപ്പോൾ ആടുന്ന് വേഗം മുങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെ ഒരു കാറും ആ പമ്പരും ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഒരുപാടൊന്നും നടക്കാൻ അപ്പൂസ് വിട്ടില്ല. അങ്ങനെ വേഗം പോവായിരുന്നു. ഒരുപാട് കാണാനും ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും അപ്പോൾ കാണാൻ വിട്ടില്ല. വേഗം തിരിച്ച് വരുമായിരുന്നു. അങ്ങനെ പിന്നെ ഇച്ചുവിൻ്റെ ആവശ്യപ്രകാരം സ്നേക്ക് പാർക്കിലും കൂടെ ഒന്ന് കയറി. കുറേ നാളായി സ്നേക്ക് പാർക്കിലൊക്കെ പോയിട്ട്, കുറേ നാളായി മുന്നേ പോയതാണ്. അപ്പോൾ ആടെയും കൂടെ ഒന്ന് കയറി. അങ്ങനെ അടുത്ത കുറച്ച് കാഴ്ചകളും പാമ്പും അങ്ങനെ കുറച്ച് എന്തൊക്കെയോ കണ്ടു. മൊത്തത്തിൽ അടിപൊളി യാത്ര. ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അവിടെ കാണാൻ ഇത് നല്ല വൃത്തിയുണ്ടായിരുന്നു. ഈ അക്വ വേൾഡ് നല്ല വൃത്തിയുണ്ടായിരുന്നു. മറ്റു പാമ്പിനെ ഇതൊക്കെ പേടിയാവുന്നു കാണുമ്പോൾ. വലിയ മീൻ. അങ്ങനെ നമ്മൾ അവസാനം ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ നല്ലോണം കഴിക്കുന്നുണ്ട്.